നമസ്കാരം. ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ ദേശീയ നേതൃത്വം എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി രാജ്യം നടപ്പിലാക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ജനവിധിക്ക് വേണ്ടിയാണ് 2024 തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നു. ഇനിയുള്ള 50 ദിവസക്കാലം എല്ലാവർക്കും നിർണായകമാണ്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. ഭാരതീയ ജനസംഘത്തിന്റെ കാലഘട്ടം മുതൽ ഈ പാർലമെന്റ് മണ്ഡലം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ശിരാകേന്ദ്രമാണ്. നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനം ആരംഭിച്ചുള്ള മണ്ണാണ് കോഴിക്കോടിൻ്റെ മണ്ണ്. ദേശവിരുദ്ധ ശക്തികൾക്കും ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്കുമെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ആരംഭം കുറിച്ച മണ്ണാണ് കോഴിക്കോടിൻ്റെ മണ്ണ്. ആ മണ്ണിൽ താമര വിരിയിക്കാനുള്ള നിയോഗമാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ചുമതല നിറവേറ്റുവാൻ ഇനിയുള്ള 50 ദിവസക്കാലം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ടുകൊണ്ട് മോഡി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഗുണമനുഭവിച്ചിട്ടുള്ള ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ട് അവരുടെ എല്ലാവരെയും വോട്ടുറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ സഹപ്രവർത്തകന്മാരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ 2024 കോഴിക്കോട് താമര വിരിയിക്കാൻ സാധിക്കും. അത് നിങ്ങളെല്ലാവരും ഒരുമിച്ചിറങ്ങണം, ഒരുമിച്ചുണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. വിജയവിശ്വാസത്തോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.